അവർക്ക് അവരുടെ ഭാഗം ആരോപണം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്, അവർ ആരോപണം ഉന്നയിക്കട്ടെ. എനിക്ക് മനസ്സിലാകാത്ത ഒരു ലോജിക്ക് ഇതിൽ കോൺഗ്രസ് എന്ത് തെറ്റ് ചെയ്തെന്നുള്ളതാണ്. പി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന ഷാജഹാൻ ഒരു വീഡിയോ, യൂട്യൂബർ ഷാജഹാൻ ഒരു വീഡിയോ ചെയ്തു. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പത്രമാധ്യമം അതിലൂടെ വാർത്ത നൽകുന്നു. അതുമായി ബന്ധപ്പെട്ട ആളുകൾ ആ കാര്യം അന്വേഷിക്കുമ്പോൾ ഇങ്ങനെ പലരുടെയും പേര് കേൾക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ രാഷ്ട്രീയ പരിസരത്ത് അതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് സ്വാഭാവികമാണല്ലോ. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു. അതിനപ്പുറത്ത് കോൺഗ്രസ് എന്ത് ഗൂഢാലോചന നടത്തിയെന്ന് ഇവർ പറയാം. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയില്ല എന്നാണ് ഇവർ പറയുന്നത്. അത് തെറ്റാണ്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കോൺഗ്രസ് ഹൈഡ് ചെയ്യുകയല്ല ചെയ്തത്. അയാളോട് ഒരു വിശദീകരണം പോലും ചോദിക്കാതെ ആരോപണം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ അയാൾക്കെതിരെ സംഘടനാ നടപടിയെടുത്ത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഈ രാജ്യത്ത് ഒരു പാർട്ടിയും ചെയ്യാത്ത ഒരു നടപടി, ശക്തമായൊരു നടപടി എടുത്തു. ഇനി രണ്ടാമത്തത്, ഇവിടെ കോൺഗ്രസിലെ ഏതോ ഒരു പ്രാദേശിക നേതാവ് ബോംബ് വരുന്നുണ്ട് എന്ന് ഇവരോട് പറഞ്ഞു. ഒരു ഉത്തരവാദിത്ത ബോധത്തോടെ ഏത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവാണ് അവർക്കെതിരെ അങ്ങനെ ഒരു ബോംബ് വരുന്നുണ്ട് എന്ന് പറഞ്ഞത്? അത് പറയണ്ടേ? അപ്പൊ പിന്നെ എളുപ്പമായില്ലേ? ആ പ്രാദേശിക നേതാവിനെ കൊണ്ട് പോലീസിനെ അന്വേഷിപ്പിച്ചാൽ അറിയാമല്ലോ ഇവർക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചത് ആരാണ് ഈ ബോംബ് ഉണ്ടാക്കിയതെന്ന് അറിയാമല്ലോ. വെറുതെ പൊടിപ്പും തങ്ങളും വെച്ച് അഭിപ്രായം പറഞ്ഞാൽ പോരാ. ഇനി മൂന്നാമത്തെ, ഇവർക്കെതിരെ സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട്. ഈ സൈബർ അറ്റാക്ക് ഇപ്പൊ ഇവർക്കെതിരെ എന്നല്ല, കേരളത്തിൽ ആർക്കെതിരെ നടക്കാൻ പാടില്ല എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ആർഗ്യുമെന്റ് ആണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പൊ ഞാൻ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഞാൻ എത്രത്തോളം ആക്ഷേപം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ തന്നെ പാർട്ടിയിൽ ഒരു നേതാവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും കറക്റ്റ് ഒരു രാഷ്ട്രീയ നിലപാട് പറഞ്ഞപ്പോൾ സമാനമായ ആക്ഷേപം നേരിട്ടു. അപ്പൊ ഈ സൈബർ അറ്റാക്ക് എല്ലാ കാലത്തും എല്ലാവർക്കെതിരെയും വരുന്നുണ്ട്. അത് സെലക്റ്റീവായി മാത്രം കണ്ടുകൊണ്ട് അതിലെ രാഷ്ട്രീയം മാത്രം കാണുന്നത് ശരിയായ നടപടിയല്ല. ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിന്റെ മക്കളെയും കുടുംബാംഗങ്ങളെയും വരെ ആക്ഷേപിക്കുന്ന സൈബർ അറ്റാക്കും അല്ലാത്ത തരത്തിലുള്ള അറ്റാക്കും കേരളത്തിന്റെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഒക്കെ നടത്തിയപ്പോൾ ഇവരൊക്കെ എവിടെയായിരുന്നു? ഇവർ രാഷ്ട്രീയ ധാർമ്മികതയുടെ ക്ലാസ് ഒന്നും എടുക്കുന്ന കണ്ടില്ലല്ലോ. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ആക്ഷേപം ചൊരിയുന്ന സാഹചര്യം നമ്മൾ ഉണ്ടായിരുന്നല്ലോ. പാലക്കാട് ബൈ ഇലക്ഷന്റെ സമയത്ത് വനിതാ നേതാക്കന്മാരുടെ റൂമിൽ കയറാൻ നോക്കിയ പോലീസിന്റെ റെയ്ഡും അതിനെ തുടർന്നുണ്ടായ അറ്റാക്കൊക്കെ നമ്മൾക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇതെല്ലാം നടക്കുമ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ എൽ ഡി എഫിന്റെ ആളായിക്കോട്ടെ, കോൺഗ്രസിന്റെ ആളായിക്കോട്ടെ, ഏത് പക്ഷത്തുള്ള ആളായിക്കോട്ടെ, സൈബർ അറ്റാക്ക് നടക്കുമ്പോൾ അതിലെ രാഷ്ട്രീയം മാത്രം നോക്കിയാൽ പോരാ. അത് ഏതൊരാൾക്ക് നടക്കുമ്പോഴും അത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണം. ആ സമയത്തൊക്കെ മിണ്ടാതെ വീട്ടിലിരുന്നുകൊണ്ട് ഇപ്പോ എനിക്കെതിരെ വരുമ്പോൾ മാത്രം എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായ ശീലമാണ്. രണ്ട്, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ആക്ഷേപങ്ങളിൽ അവിടെ ഒരു പീഡനമോ ബലാത്കാരമോ ഒരു പോക്സോ കേസ് അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്രൈമോ ഒന്നും നടക്കാത്തത് കൊണ്ട് മറ്റാർക്കും ഒരു പരാതി ഉണ്ടാകേണ്ട സാഹചര്യമില്ല. ആർക്കും ഒരു പരാതിയില്ല. നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ അവിടെ ഒരു മർദ്ദനവും ബഹളവും ഒക്കെ ഉണ്ടായി. അതിനപ്പുറത്ത് അടി കൊണ്ട ആൾക്കും അടി കൊടുത്ത ആൾക്കും പരാതി ഇല്ലാത്തടത്തോളം കാലം മറ്റാർക്കും ഒരു പരാതി ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ സദാചാരം പോലീസ് ചമഞ്ഞുകൊണ്ട് കേരളത്തിലെ സർവ്വ മനുഷ്യരെയും ബൈനോക്കുലർ വെച്ച് നോക്കുന്ന ഏറ്റവും ആദ്യത്തെ രാഷ്ട്രീയ സംഘടനയുടെ പേര് CPM എന്നാണ്. സകല മനുഷ്യർക്കും നേരെ ഈ സദാചാരത്തിന്റെ ബൈനോക്കുലർ വെച്ച് സ്കെയിലിംഗ് നടത്തുന്ന ആളുകളാണ് ഇവര്. ഇവരുടെ നേതാക്കന്മാർക്കെതിരെ ആക്ഷേപം വരുമ്പോൾ അത് വല്ലാത്ത രീതിയിൽ അവർ സങ്കടപ്പെടുന്നു. പക്ഷെ മുൻകാലങ്ങളിൽ എങ്ങനെ നടന്നേ? രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിഷയത്തിൽ ആർക്കാ പരാതി ഉണ്ടായിരുന്നേ? രാജ്മോഹൻ ഉണ്ണിത്താനെ പിന്തുടർന്ന് വേട്ടയാടിയ DYFI CPM നേതാക്കന്മാരുണ്ടല്ലോ. അത് ഇന്നും പ്രസംഗിക്കുന്ന ഉന്നത നേതാക്കന്മാരുണ്ടല്ലോ. കൈരളി ചാനലുണ്ടല്ലോ. ഇവിടെ ഗോപി കൊട്ടമുറിക്കലിന്റെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ അകത്ത് ക്യാമറ വെച്ചത് കോൺഗ്രസുകാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ? മാധ്യമപ്രവർത്തകരാണോ? അല്ലല്ലോ. അപ്പൊ സദാചാരത്തിന്റെ ക്യാമറയുമായി നടത്തുന്നത് ഇവരാണ്. കോൺഗ്രസ് നേതാവായിരുന്ന തിരുവള്ളൂർ മുരളിയുടെ കാര്യത്തിലായാലും എന്തിനിപ്പോ BJPയിലെത്തിയിരിക്കുന്ന പഴയ DYFI നേതാവ്, CPM നേതാവ്, പിന്നീട് കോൺഗ്രസിൽ വന്ന് ഇപ്പോൾ DYFIയിലെത്തിയിരിക്കുന്ന അബ്ദുള്ള കുട്ടിക്കെതിരെ, ഇപ്പോൾ CPMൽ ഇരിക്കുന്ന ശോഭന ജോർജിനെതിരെ, അങ്ങനെ നിരവധി നേതാക്കന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകളാണ് ഇന്ന് സദാചാരത്തിന്റെ ക്ലാസ്സിൽ. ഞാൻ പറയുന്നത്, ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അവരുടെ സ്വകാര്യമായിട്ടുള്ള ഒരു ഇടപാടിലും മറ്റൊരാൾക്ക് അവകാശമില്ല, അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നാണ് എന്റെ ഒരു ബോധ്യം. അപ്പൊ സദാചാരത്തിന്റെ സ്കെയിലിംഗുമായിട്ട് നടക്കുന്ന ആളുകൾ മറ്റാളുകളെ ഇത് പഠിപ്പിക്കാൻ നടക്കുമ്പോൾ അവരവരുടെ പാർട്ടിയിലെ വയോവൃദ്ധരായിട്ടുള്ള ഉന്നത നേതാക്കന്മാരെ കൂടി ഇതിന്റെ ഒരു അക്ഷരമാലക്രമങ്ങൾ ഒന്ന് പഠിപ്പിക്കുന്നത് നല്ലതാണ്. 70, 60, 65, 75 ഒക്കെ വയസ്സായ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടിലെ ആളുകൾ ചോദിക്കുന്നവർ മുഴുവൻ ഉപയോഗിക്കുന്ന ഭാഷ ശരിയാണോ എന്ന് ചോദിച്ചാൽ ആ തെറ്റായ ഭാഷ ഉപയോഗിക്കുന്നവർ കറക്റ്റ് ചെയ്യപ്പെടണം. ഏത് നേതാവിനായി എതിരായിക്കൊള്ളട്ടെ, ഏത് സാധാരണ വ്യക്തിക്കെതിരായിക്കൊള്ളട്ടെ, മോശപ്പെട്ട ഭാഷയിൽ ആക്ഷേപം ചൊല്ലുന്നത് കറക്റ്റ് ചെയ്യപ്പെടണം. അതിനപ്പുറത്ത് ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് മുഴുവൻ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കേണ്ടി വരും. കാരണം എന്താ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് CPM-ഉം DYFI-യുമാണ്. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിന്റെ ബോർഡ് അടക്കം അടിച്ചു തകർത്ത് അവിടെ അക്രമം നടത്തി. എന്താ കാരണം?
അയാളുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായ ഇടപാടുകളിൽ ഉണ്ടായിട്ടുള്ള ചില വീഴ്ചകളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളുടെ എക്സ്റ്റൻഡഡ് ലയബിലിറ്റി പ്രതിപക്ഷ നേതാവിനുണ്ടെന്ന് പറഞ്ഞു. ഷാഫി പറമ്പിലിനെ വഴിയിൽ തടയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും എക്സ്റ്റൻഡഡ് ലയബിലിറ്റി കൽപ്പിച്ച് നൽകാൻ പോയാൽ ഈ വിഷയങ്ങളിലൊക്കെ ഇതിന്റെ എക്സ്റ്റൻഡഡ് ലയബിലിറ്റി ഞങ്ങൾ എവിടം വരെ കൽപ്പിക്കേണ്ടി വരും? അപ്പോൾ ഇത് രാഷ്ട്രീയമാണ്. ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു വാക്ക് കൊണ്ടോ ഒരു വാചകം കൊണ്ടോ മോശപ്പെട്ട ഇതായിട്ട് ആരെയും പരാമർശിച്ചിട്ടില്ല. ഒരു നേതാവിന്റെയും പേര് പരാമർശിച്ചിട്ടില്ല. മോശപ്പെട്ട ഒരു പരാമർശം ഉണ്ടായിട്ടില്ല. കൃത്യമായ ബോധ്യത്തോടെ പറയുന്നത് ഞാനൊരു സദാചാര പോലീസുകാരനല്ല, സദാചാര പോലീസിംഗ് നടത്തുന്ന ആളുകളെ ചൂണ്ടിക്കാണിക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ തന്നെ സദാചാരത്തിന്റെ സ്കെയിലിംഗ് പറഞ്ഞുകൊണ്ട് മറ്റാളുകൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നവർ അവനവന്റെ പാർട്ടിയിലുള്ള ആളുകൾക്ക് അതിന്റെ അക്ഷരമാലക്രമം പഠിപ്പിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ജിൻഡോ പറഞ്ഞ പോലെ ജിൻഡോയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായിരിക്കില്ല. പക്ഷേ മറ്റ് പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഇപ്പം നമുക്കറിയാം സമൂഹ മാധ്യമമാണ്. അപ്പം ഈ കമൻറ്റുകൾ ഇടുന്നതൊക്കെ തന്നെയും ആ പ്രൊഫൈലിൽ ചെന്ന് നോക്കിയാൽ അറിയാം അത് ആരാണ്, എന്താണ്, അല്ലെങ്കിൽ അയാളുടെ ഐഡന്റിറ്റി ഒരിക്കലും ഹൈഡ് ആയിട്ടിരിക്കില്ല. അതിൻ്റെ ബേസിലായിരിക്കുമല്ലോ ഇപ്പോൾ ഷൈൻ അടക്കം ഇങ്ങനെ പറയുന്നത്. നമുക്കറിയാം മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ പറഞ്ഞ കാര്യമാണ്, അതായത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കാരണവശാലും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെയും ആ നടിയെ ഒരു കാരണവശാലും സൈബർ ആക്രമണം നടത്തരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നിർദ്ദേശത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ചില നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഇവരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പോസ്റ്റുകൾ ഉണ്ടായി, അല്ലെങ്കിൽ അവരെ വീണ്ടും വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ സൈബർ ഹാൻഡിലുകൾ അങ്ങനെ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ല എന്ന് പറയാൻ ജിൻഡോയ്ക്ക് സാധിക്കുമോ? ഇല്ലല്ലോ, തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പറയില്ല. കാരണം ഞാൻ കള്ളം പറയില്ല. അതുകൊണ്ട് ഒത്തിരി പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും കേരളത്തിലെ ഉന്നതരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അഭിപ്രായ വ്യത്യാസം പറയുന്നവർ, ആരോപണം ഉന്നയിക്കുന്നവരെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ അവരെ ആക്ഷേപിക്കുന്ന അത്തരത്തിലുള്ള സൈബർ ബുള്ളിംഗ് നടത്താൻ പാടില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാട് തന്നെയാണ്. കാരണം ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള ഞങ്ങളുടെ അഭിമാനമായിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള ആക്ഷേപം നേരിട്ടിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾ ഓരോരുത്തരും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നവരാ. ഇന്നുൾപ്പെടെ നിങ്ങൾക്ക് എന്റെ ഫേസ്ബുക്ക് പേജ് പരിശോധിക്കാം. ഇന്നുൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ആക്ഷേപം നേരിട്ടുകൊണ്ടിരിക്കുന്ന. അതുകൊണ്ട് തന്നെ പരാതി ഉന്നയിക്കുന്ന, അഭിപ്രായ വ്യത്യാസം പറയുന്ന മനുഷ്യരെ അവരുടെ ജാതിയും ലിംഗവും തെരഞ്ഞുകൊണ്ട് അവരെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള അഭിപ്രായം പറയുന്നത് കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നടപടിയല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നത് തന്നെയാണ് ബോധ്യം. എന്നാൽ പോലും ചില ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തിട്ടുള്ള ആളുകളുടെ മുഴുവൻ സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ ഇല്ലാത്ത ആളുകളായതുകൊണ്ടും അവർ പാർട്ടിയുടെ അനുഭാവികളായിരിക്കാം, അല്ലെങ്കിൽ അഭ്യുദയകാംക്ഷികളായിരിക്കും, പലതുമായിരിക്കാം. പക്ഷെ അവരെ ഏത് രീതിയിൽ നടപടി ഈ രാജ്യത്തെ നിയമത്തിന്റെ വ്യവസ്ഥിതിക്ക് അനുസരിച്ചിട്ട് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പാണ് നടപടി സ്വീകരിക്കേണ്ടത്. ഇവിടെ കാഫി സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ അധ്യാപകൻ അടക്കമുള്ള ആളുകൾക്കെതിരെ എന്ത് നടപടി കേരളത്തിലുണ്ടായി? നിരവധി വനിതാ നേതാക്കന്മാർക്കെതിരെ, അത് CPM-ലായിക്കോട്ടെ, BJP-യിലായിക്കോട്ടെ, കോൺഗ്രസിലായിക്കോട്ടെ, വനിതാ നേതാക്കന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള അശ്ലീല പരാമർശങ്ങൾ നടത്തിയ, സൈബർ ബുള്ളിംഗ് നടത്തിയ ആളുകൾക്കെതിരെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എത്ര ക്രിയാത്മകമായി നടപടി സ്വീകരിച്ചു? അങ്ങനെ സ്വീകരിക്കാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് പച്ചം നോക്കാതെ ഈ പണികളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ എനിക്കൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് കോൺഗ്രസ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞാൽ അതൊരു മര്യാദകേടല്ലേ? അത് ശുദ്ധ തെമ്മാടിത്തരവും കള്ളവും കൂടിയല്ലേ? എന്താ കാരണം? അപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വിക്കറ്റ് ചെയ്യാനാണെങ്കിൽ അപ്പുറത്ത് പിണറായി വിജയൻ അടക്കം 99 MLA-മാരുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു MLA കുറിച്ച് പറഞ്ഞാൽ പോരെ? എന്തുകൊണ്ട് ഇയാളെ കുറിച്ച് ഇങ്ങനെ ഒരു ആക്ഷേപം വരുന്നു? അത് കോൺഗ്രസ് പറഞ്ഞിട്ട് ആക്ഷേപമല്ല, പൊതുസമൂഹത്തിലുള്ള ഒരു ആക്ഷേപമാണ്. അത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ മുഴുവൻ ആളുകളും ചിലപ്പോൾ അത് ഏറ്റു പറയുന്നുണ്ടാകും. പക്ഷെ പൊതുസമൂഹത്തിലുള്ള ഒരു ആക്ഷേപം എന്തുകൊണ്ട് ഇയാൾക്കെതിരെ മാത്രം വരുന്നു? കേരളത്തിൽ ഒരുപാട് വനിതാ നേതാക്കന്മാർ CPM-ൽ ജോലി ചെയ്യുന്നുണ്ട്, CPM-ൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള വനിതാ നേതാക്കന്മാരെ കുറിച്ചൊന്നും ഞങ്ങൾക്കൊരു ആക്ഷേപവും ഇല്ലെന്നേ. ഞങ്ങളൊക്കെ വലിയ ബഹുമാനത്തോടെ കാണുന്ന അത്തരം വനിതാ നേതാക്കന്മാരുടെ ആരുടെയും പേര് പരാമർശിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരാളുടെ മാത്രം പേര് പരാമർശിക്കപ്പെടുന്നു? അപ്പൊ ഈ രണ്ടുപേരുടെയും പേര് പരാമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കപ്പെടണം. ഒന്ന്, മൊബൈലിന്റെ ടവർ ലൊക്കേഷൻ അടക്കം പല കാര്യങ്ങളും ശാസ്ത്രീയമായി പരിശോധിക്കട്ടെ. എനിക്കിതിലൊരു പരാതിയുമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഇങ്ങനെ സൈബർ ബുള്ളിംഗ് ഉണ്ട്, അത് കോൺഗ്രസിന്റെ ഗൂഢാലോചനയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ഗൂഢാലോചന തെളിയിക്കുന്ന തെളിവുകൾ ഇവർ പുറത്തുവിടണം. ഏത് നേതാവ് ഗൂഢാലോചന നടത്തി, ഏത് പ്രാദേശിക നേതാവ് പറഞ്ഞു, ആരാണത് ബോംബ് നിർമ്മാണം നടത്തിയത്, ഇവർ പറയണം, പേര് വെളിപ്പെടുത്തണം. അല്ലാതെ ഇങ്ങനെ സൈബർ ബുള്ളിംഗ് നടക്കുന്നു എന്ന് പറഞ്ഞ് അതിന് തത്തുല്യമായിട്ട് മറ്റൊരു ആക്ഷേപം ഉന്നയിക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ കൃത്യമായിട്ട് പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്വേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഒരു തരത്തിലും ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ സംഘടനാപരമായി നടപടി എടുത്തതിന്റെ അഭിമാനബോധത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പുറത്ത് 99 ആളുകളുണ്ട്. അതിൽ മറ്റാർക്കും ഇല്ലാത്ത ആക്ഷേപം എങ്ങനെ ഇയാൾക്കെതിരെ വന്നു എന്ന് പരിശോധിക്കപ്പെടേണ്ടത് ആ പാർട്ടിയാണ്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.